ആയുധമല്ല, എന്നാൽ ആണവ ബോംബിനോളം തന്നെ നാശം വിതയ്ക്കാൻ ശേഷിയുള്ള ഒരു ആയുധം റഷ്യൻ യുദ്ധവിമാനങ്ങൾ യുക്രൈനിൽ പ്രയോഗിച്ചു തുടങ്ങിയാൽ എങ്ങനെയുണ്ടാകും? ആഗോള സൈനിക നിരീക്ഷകരെ പോലും ഞെട്ടിച്ചുകൊണ്ട് റഷ്യ യുദ്ധക്കളത്തിലിറക്കിയ FAB-3000 ഗ്ലൈഡ് ബോംബുകൾ ഇന്ന് ലോക ചർച്ചകളുടെ കേന്ദ്രബിന്ദുവാണ്. ഒരു മിസൈലിന്റെ കൃത്യതയും ഭൂകമ്പം സൃഷ്ടിക്കാനുള്ള ശേഷിയുമുള്ള ഈ ഭീമൻ ബോംബുകൾ യുക്രൈന്റെ കോട്ടകളെ തകർത്തെറിയുന്നത് എങ്ങനെയാണ്? ലോകയുദ്ധങ്ങളുടെ ചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്ന ആ ആയുധ വിപ്ലവത്തിന്റെ കഥയറിയാം. ദേശീയ മാധ്യമമായ സി ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് യുക്രൈന്റെ വിവിധ മേഖലകളിൽ റഷ്യ ഭീമൻ ബോംബുകളുടെ ഉപയോഗം വർദ്ധിപ്പിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. യുക്രൈൻ പ്രദേശങ്ങൾക്ക് നേരെ റഷ്യൻ എയറോസ്പേസ് സേന നടത്തിയ ആക്രമണങ്ങളിൽ ഈ ബോംബുകൾ ഉപയോഗിച്ചതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെട്ടു. ആക്രമണത്തിൽ യുക്രൈന്റെ 63ാമത് മെക്കാനൈസ്ഡ് ബ്രിഗേഡിന്റെ താൽക്കാലിക വിന്യാസ കേന്ദ്രങ്ങൾ നശിപ്പിച്ചുവെന്നും റഷ്യ അവകാശപ്പെടുന്നു. യുദ്ധഭൂമിയിൽ ഈ ബോംബുകളുടെ വർദ്ധിച്ച സാന്നിധ്യം റഷ്യയുടെ പുതിയ ആക്രമണ തന്ത്രത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്കും വഴിയൊരുക്കിയിരിക്കുകയാണ്. FAB-3000 എന്ന പേര് തന്നെ അതിന്റെ വലിപ്പത്തിന്റെ സൂചനയാണ്. ഏകദേശം 3000 കിലോഗ്രാം ഭാരമുള്ള ഈ ബോംബിൽ 1.4 ടൺ ഉയർന്ന സ്ഫോടക വസ്തുക്കളാണ് അടങ്ങിയിരിക്കുന്നത്. സോവിയറ്റ് കാലഘട്ടത്തിൽ വികസിപ്പിച്ച ഈ ബോംബ് ആദ്യം രൂപകൽപ്പന ചെയ്തത് കോൺക്രീറ്റ് ബങ്കറുകൾ, ഭൂഗർഭ ഷെൽട്ടറുകൾ, കോട്ടകെട്ടിയ പ്രതിരോധ കേന്ദ്രങ്ങൾ, വ്യവസായ സമുച്ചയങ്ങൾ തുടങ്ങിയ അതിസുരക്ഷിതമായ ലക്ഷ്യങ്ങൾ തകർക്കാനായിരുന്നു. സാധാരണ ബോംബുകൾക്ക് തകർക്കാനാവാത്ത കനത്ത പ്രതിരോധ സംവിധാനങ്ങളെയാണ് ഈ ആയുധം ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇന്ന് FAB-3000 ഭയപ്പെടുത്തുന്നതാക്കി മാറ്റുന്നത് അതിന്റെ വലിപ്പം മാത്രമല്ല, അതിന്റെ പുതിയ സാങ്കേതിക നവീകരണം കൂടിയാണ്. റഷ്യ ബോംബുകൾക്ക് UMPK എന്ന യൂണിവേഴ്സൽ മൊഡുലാർ പ്ലാറ്റ്ഫോം കിറ്റ് ഘടിപ്പിച്ചിരിക്കുകയാണ്. ചിറകുകളും ഉപഗ്രഹ നിയന്ത്രിത ഗൈഡഡ് സംവിധാനങ്ങളും ഉൾപ്പെടുന്ന ഈ സംവിധാനം പരമ്പരാഗതമായി നേരെ താഴേക്ക് പതിക്കുന്ന ബോംബിനെ ദീർഘദൂര കൃത്യതയാർന്ന ഗ്ലൈഡ് ബോംബാക്കി മാറ്റുന്നു. ഇതോടെ ലക്ഷ്യസ്ഥാനത്ത് നിന്ന് 10,000 മീറ്റർ അകലെ നിന്നുകൊണ്ട് തന്നെ റഷ്യൻ യുദ്ധവിമാനങ്ങൾക്ക് ബോംബുകൾ വിക്ഷേപിക്കാൻ കഴിയും. ഇത് റഷ്യൻ പൈലറ്റുകൾക്ക് വലിയ സുരക്ഷാ നേട്ടവുമാണ് നൽകുന്നത്. Su-34 പോലുള്ള യുദ്ധവിമാനങ്ങൾക്ക് യുക്രൈന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ പരിധിക്ക് പുറത്തു നിന്നുകൊണ്ട് തന്നെ ആക്രമണം നടത്താൻ കഴിയും. ബോംബ് ഒരിക്കൽ വിക്ഷേപിച്ചാൽ അതിന്റെ ചിറകുകളുടെ സഹായത്തോടെ അത് ലക്ഷ്യത്തിലേക്ക് ഗ്ലൈഡ് ചെയ്ത് എത്തും. ഇതിലൂടെ പൈലറ്റുമാർക്ക് ശത്രുവിനെ മിസൈൽ പ്രതിരോധ മേഖലയിൽ പ്രവേശിക്കാതെ തന്നെ ആക്രമണം പൂർത്തിയാക്കാൻ കഴിയുന്നു. FAB-3000 നാശശേഷി അതിലും ഭയാനകമാണ്. പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ പ്രകാരം ഈ ബോംബിന്റെ സ്ഫോടനം ഏകദേശം 230 മീറ്റർ ചുറ്റളവിൽ സമ്പൂർണ്ണ നാശം വിതയ്ക്കാൻ ശേഷിയുള്ളതാണ്. അതിന്റെ ഷോക്ക് വേവും സ്ഫോടനത്തിൽ നിന്ന് പുറത്തേക്ക് പറക്കുന്ന ലോഹ കഷ്ണങ്ങളും 1 കിലോമീറ്ററിലധികം ദൂരത്തേക്ക് മാരകമായി ബാധിക്കാൻ ഇടയുണ്ട്. ഭൂഗർഭ ബങ്കറുകൾക്കും ശക്തമായ കോൺക്രീറ്റ് നിർമ്മിതികൾക്കും പോലും ഈ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ നിന്ന് രക്ഷപ്പെടുക ദുഷ്കരമാണ്. ഈ ബോംബുകളുടെ വ്യാപകമായ ഉപയോഗം റഷ്യയുടെ പുതിയ ഡീപ് ബാറ്റിൽ സൈനിക സിദ്ധാന്തത്തിന്റെ ഭാഗമാണെന്നാണ് സൈനിക നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. മുൻനിര ട്രെഞ്ചുകളെ നേരിട്ട് ആക്രമിക്കുന്നതിന് പകരം അവയ്ക്ക് പിന്നിലുള്ള ലോജിസ്റ്റിക് കേന്ദ്രങ്ങൾ, വെടിമരുന്ന് സംഭരണ കേന്ദ്രങ്ങൾ, കമാൻഡ് പോസ്റ്റുകൾ, സൈനിക വിന്യാസ കേന്ദ്രങ്ങൾ എന്നിവയെ ലക്ഷ്യമിടുകയാണ് റഷ്യയുടെ പുതിയ സമീപനം. ശത്രുവിന്റെ മുന്നണി പോരാളികളെ നേരിട്ട് ആക്രമിക്കുന്നതിന് പകരം അവരുടെ ഭക്ഷണവും വെടിമരുന്നും പിന്തുണയും എത്തിക്കുന്ന ശൃംഖല തകർക്കുക എന്നതാണ് ഈ തന്ത്രത്തിന്റെ ലക്ഷ്യം. ഈ സമീപനം വിജയിച്ചാൽ മുന്നണിയിലെ സൈനികർക്ക് ആവശ്യമായ സഹായങ്ങൾ ലഭിക്കാതെ വരികയും പ്രതിരോധ നിരകൾ തകരുകയും ചെയ്യും. യുദ്ധഭൂമിയിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ കുറച്ചുകൊണ്ട് ശത്രുവിനെ ക്രമേണ ദുർബലപ്പെടുത്തുക എന്നതാണ് റഷ്യയുടെ കണക്കുകൂട്ടൽ. സൈനിക ചരിത്രത്തിൽ സോവിയറ്റ് യൂണിയൻ 2ാം ലോകമഹായുദ്ധകാലത്ത് ഉപയോഗിച്ചിരുന്ന ഡീപ്പ് ഓപ്പറേഷൻസ് ആശയത്തിന്റെ ആധുനിക രൂപമായാണ് ചില വിദഗ്ധർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അതേസമയം ഈ ആക്രമണങ്ങൾ യുക്രൈന്റെ വ്യോമ പ്രതിരോധത്തിലെ പോരായ്മകളും തുറന്നു കാണിക്കുന്നുണ്ട്. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും നൽകിയ പാട്രിയറ്റ്, നാസംസ് പോലുള്ള ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും മുഴുവൻ യുദ്ധമേഖലയും സംരക്ഷിക്കാൻ അവയുടെ എണ്ണം മതിയാകുന്നില്ല. ഉയർന്ന ഉയരത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന റഷ്യൻ Su-34 യുദ്ധവിമാനങ്ങളെ തടയാൻ ആവശ്യമായ ദീർഘദൂര പ്രതിരോധ സംവിധാനങ്ങളുടെ കുറവ് യുക്രൈന് വലിയ വെല്ലുവിളിയായി തുടരുകയാണ്. ഇതിനിടെ നീണ്ടു നിൽക്കുന്ന യുദ്ധം യുക്രൈനെ വെടിമരുന്ന് ക്ഷാമത്തിലേക്കും സൈനിക ക്ഷീണത്തിലേക്കും തള്ളിവിട്ടിരിക്കുകയാണ്. പുതിയ സൈനികരെ കണ്ടെത്തുന്നതും ആയുധശേഖരങ്ങൾ നിലനിർത്തുന്നതും യുക്രൈന് കൂടുതൽ പ്രയാസമായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ FAB-3000 പോലുള്ള ബഹുടൺ ഗ്ലൈഡ് ബോംബുകളുടെ വ്യാപകമായ ഉപയോഗം യുദ്ധത്തിന്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കുകയും നാശനഷ്ടങ്ങളുടെ തോത് ഉയർത്തുകയും ചെയ്യുമെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നു. ചുരുക്കത്തിൽ റഷ്യ യുക്രൈൻ യുദ്ധം ഇന്ന് വെറും ഭൂവിഭാഗങ്ങൾക്കായുള്ള പോരാട്ടമല്ല, മറിച്ച് ഭാവിയിലെ യുദ്ധ സാങ്കേതിക വിദ്യയുടെ പരീക്ഷണശാലയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രോണുകൾ, കൃത്രിമ ബുദ്ധി, കൃത്യതയാർന്ന മിസൈലുകൾ, ഗ്ലൈഡ് ബോംബുകൾ എന്നിവയുടെ ഈ പുതിയ യുഗത്തിൽ യുദ്ധഭൂമിയുടെ നിയമങ്ങൾ തന്നെ പുനരെഴുതപ്പെടുകയാണ്. ആ മാറ്റത്തിന്റെ ഏറ്റവും ഭീകരമായ പ്രതീകങ്ങളിലൊന്നായി ഇന്ന് FAB-3000 എന്ന റഷ്യൻ ആകാശ രാക്ഷസൻ മാറിക്കൊണ്ടിരിക്കുകയാണ്.